ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണലിൽ ഇന്ത്യ മഹാരാജ്യം ഇനി ആര് ഭരിക്കുമെന്നറിയാം. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ആദ്യം മേൽക്കൈ BJP മുന്നണിക്ക് ആയിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. വോട്ടിംഗ് ശതമാനത്തിലെ കുറവും മറ്റ് സംഗതികളും BJPക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന വാദഗതികളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയത്. ചുരുക്കം ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ രാജ്യം ആര് ഭരിക്കണം എന്ന തീരുമാനം പുറത്താകും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ മുഴുവൻ സീറ്റിലും ഇന്ത്യ മുന്നണി തന്നെ വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷം പേരും പറയുന്നത് കേരളത്തിൽ BJPക്ക് ഇത്തവണയും നിരാശയായിരിക്കും ഫലം എന്നു തന്നെയാണ്. തൊട്ടടുത്ത വർഷങ്ങളിൽ 2 തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കാനുണ്ട്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഒരു സീറ്റ് നേടിയിരുന്നു. എങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു. അന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത്. 0-ൽ തുടരുകയും പിന്നീട് 1 നേടുകയും ആ 1-നെ കൊണ്ട് കളഞ്ഞ് വീണ്ടും 0-ലേക്ക് തന്നെ തിരിച്ചു വീഴുകയും ചെയ്ത BJP ഇനി കേരളത്തിൽ നേട്ടമുണ്ടാക്കുമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. ഒരർത്ഥത്തിൽ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. കാരണം ഇവിടെ അത്രത്തോളം വലിയ അളവിലുള്ളൊരു ഹിന്ദു ഭൂരിപക്ഷമില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ആ ഭൂരിപക്ഷത്തിന് BJPയോട് അത്ര വലിയ അടുപ്പവുമില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം അതല്ല. BJPക്ക് പ്രത്യക്ഷ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ആ സംസ്ഥാനങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളുണ്ട്. മണിപ്പൂർ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഹിന്ദുമതത്തിന് അധിക സ്വാധീനമില്ല. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2017 2ാം സ്ഥാനത്ത് വന്ന BJP 2022 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായി മാറി. പൂർണ്ണമായും ക്രൈസ്തവ വോട്ടുകളെ കയ്യിലെടുത്തുകൊണ്ടാണ് BJP മണിപ്പൂരിൽ അധികാരം സ്ഥാപിച്ചത്. തങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരിക്കലും വരില്ലെന്ന് കരുതിയ മണിപ്പൂരിനെ BJP നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ചെലുത്തി തന്നെയാണ്. അതേ രീതിയിൽ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് കേരളത്തിലും BJP ലക്ഷ്യമിടുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തീവ്ര പ്രവർത്തനങ്ങൾക്ക് BJP തുടക്കം കുറിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനികളെ കയ്യിലെടുത്ത് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക എന്നുള്ളത് BJP നേരത്തെ കണ്ടുവച്ച പദ്ധതികളിൽ ഒന്നു തന്നെയാണ്. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസയുമായി ചേർന്ന് മുൻപേ തന്നെ BJP ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് വിവാദം വീണ്ടും കേരളത്തിൽ പൊങ്ങി വന്നത്. പ്രസ്തുത വിവാദത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത് മുൻ പൂഞ്ഞാർ MLA PC ജോർജ് ആയിരുന്നു. മുസ്ലിങ്ങളുമായി അകന്ന PC ജോർജ് പിന്നീട് കാസയുടെ കുഞ്ഞാടായി മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടത്തിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് PC ജോർജ് നടത്തിയ പ്രസംഗങ്ങൾ വിവാദമായിരുന്നു. അന്ന് കാസ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഭീകരമായ രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയത്. 40 പെൺകുട്ടികളെ താൻ ലവ് ജിഹാദ് കെണിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്നാണ് അന്ന് PC ജോർജ് പറഞ്ഞത്. 17 പേരെ രാജ്യത്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചതിൽ 2 പേർ തൻ്റെ അയൽക്കാരാണ്. അവർ തീവ്രവാദികളാണ്. കുറച്ചുപേർ പാകിസ്ഥാൻ്റെ അച്ചാരം പറ്റി രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുകയാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഈ സ്ഥിതി നേരിടാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ ഒന്നിക്കണമെന്നും അന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് PC ജോർജ് ഇത് വെറുതെ പറഞ്ഞതല്ല. PC ജോർജ് ഇത് പറയുന്ന വേദിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാബു, BJP സംസ്ഥാന വക്താവ് NK നാരായണൻ നമ്പൂതിരി, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, അഡ്വക്കേറ്റ് PP ജോസഫ്, ഡോക്ടർ കെവിൻ പീറ്റർ, ഫാദർ ലൂക്ക് പുതൃക്ക എന്നിങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു. അതായത് ഹിന്ദു ക്രൈസ്തവ തീവ്ര ഐക്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് PC ജോർജ് തൻ്റെ വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില പദ്ധതികൾ BJP കണക്ക് കൂട്ടി പ്രാവർത്തികമാക്കാൻ പോവുകയാണ് എന്നാണ്. പദ്ധതിയുടെ ഏറ്റവും വലിയ ഘട്ടമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് BJP സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഷോൺ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് വെറുതെയല്ല. ക്രൈസ്തവ ഐക്യം ഊട്ടിയുറപ്പിച്ച് BJPക്ക് ഈ കേരള മണ്ണിൽ നിൽക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
അതായത് മണിപ്പൂരിലും അനുബന്ധ സ്റ്റേറ്റുകളിലും BJP പ്രാവർത്തികമാക്കിയ ക്രൈസ്തവ വോട്ടുകളെ തങ്ങളുടെ വോട്ടുകളാക്കി മാറ്റുക എന്ന രീതി. ക്രൈസ്തവ വോട്ടുകൾ ഏറെക്കുറെ BJPക്ക് ലഭിച്ചാൽ സംസ്ഥാനത്ത് വലിയ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് BJP സംസ്ഥാന കമ്മിറ്റിയുടെ വിശ്വാസം. ഈ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂരിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയത്. കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയായി പോവുകയായിരുന്നു. എന്നാൽ അവസാന നിമിഷം സുരേഷ് ഗോപി പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൻ്റെ പേരിലുണ്ടായ വിവാദം എല്ലാം കളഞ്ഞു. തങ്കമെന്ന് പറഞ്ഞ് കൊടുത്ത കിരീടം തങ്കമല്ല എന്ന് വ്യക്തമായപ്പോൾ എൻ്റെ തങ്കം ഇതാണ്, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുത്തു, ജയിച്ചു വന്നാൽ ഇനിയും കൊടുക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത്. എന്നാൽ അത് മാതാവിൻ്റെ വിശ്വാസികളായ ക്രൈസ്തവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിലാണ്. ഇത്തവണ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. ശരി, ഷോൺ ജോർജ് വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാം. ഒരർത്ഥത്തിൽ BJPക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ഷോൺ ജോർജ്. അതിന് കാരണം അദ്ദേഹം PC ജോർജിൻ്റെ മകൻ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു യുവതിയെയാണ്. പക്ഷേ അപ്പോഴത്തെ ആവേശം കാരണമാണെന്ന് തോന്നുന്നു ഹിന്ദു യുവതിയെ അദ്ദേഹം മതം മാറ്റിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഭാര്യയെ മതം മാറ്റിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വെളിപ്പെടുത്തി ഷോൺ ജോർജ് ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു കുറ്റസമ്മതം കൂടി പറയട്ടെ. എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. അതുപോലെ ഒരുപറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അന്ന് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി മതം മാറ്റുന്നതാണെന്ന്. അവൾ എന്നെയാണ് സ്നേഹിച്ചത്. അവൾക്ക് മാതാവിന് ഇഷ്ടമാണ്, യേശുക്രിസ്തുവിന് ഇഷ്ടമാണ്, പള്ളിയിൽ പോകും. ഇന്ന് രാഷ്ട്രീയമോ അല്ലാതെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന അവളെ മതം മാറ്റിയതാണ്. ഇതാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത്. ഈ പ്രസ്താവനയ്ക്കുള്ളിൽ ഒരു വലിയ സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് പുള്ളി പറയുന്നുണ്ട്, ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി മതം മാറ്റുന്നതാണെന്ന് എന്ന കാര്യം. അതായത് ഷോൺ ജോർജിൻ്റെ ഭാര്യയെ ഷോൺ ജോർജ് നിർബന്ധിച്ചാണ് മതം മാറ്റിയതെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, പുള്ളി മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ്. ലവ് ജിഹാദിനെതിരെ ഉറഞ്ഞുതുള്ളുകയും തീവ്രമായ മതവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാസ കുഞ്ഞുങ്ങൾക്കൊപ്പം ചേരേണ്ട ആൾ തന്നെയാണ് ഷോൺ ജോർജ്. എന്നാൽ കാസ കുഞ്ഞുങ്ങൾ ഇക്കാര്യം മിണ്ടില്ല. കാരണം ഹിന്ദുവായ യുവതി തങ്ങളുടെ കൂട്ടത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. മിണ്ടണ്ട എന്ന് മാത്രമേ അവർ കരുതൂ. എന്നാൽ BJPക്കാരോ, അവരാരും സ്വന്തം മതത്തിൽ നിന്നൊരു പെൺകുട്ടി നിർബന്ധിതമായി മതം മാറ്റി വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞില്ലേ? അല്ല, അറിഞ്ഞാലോ അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്നാലും ചോദിച്ചു പോവുകയാണ്, ഒരു മതത്തിനോട് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ? ഷോൺ ജോർജ് ഭാര്യയെ മതം മാറ്റിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അതിനിടയിൽ സംഭവിച്ച ഒരു രസകരമായ സംഗതിയുണ്ട് കേട്ടോ. ഷോൺ ജോർജിൻ്റെ അഭിമുഖത്തിന് താഴെ നിരവധി പേരാണ് ഭാര്യയെ തിരിച്ച് ഹിന്ദു ആക്കൂ എന്ന് ഉപദേശിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഭാര്യയെ തിരിച്ച് ഹിന്ദു ആക്കിക്കൂടെ എന്നും, പ്രോബ്ലം സോൾവ്, ഘർ വാപ്പസി PC ആൻഡ് സൺ എന്നും, ഭാര്യയെ ഹിന്ദുവാക്കി സനാതന മാർഗത്തിൽ തിരിച്ചെത്തിക്കണമെന്നുമൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കമൻറ്റാണ് ഏറെ രസകരം. ഷോണിൻ്റെ ഭാര്യയെ തിരിച്ച് ഹിന്ദുവാക്കണം, അദ്ദേഹത്തിൻ്റെ വേദന മാറട്ടെ. എന്നാൽ അതിനും ഷോൺ പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും ഷോൺ ജോർജ് BJP സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നടക്കുമായിരിക്കും. ഒന്നുമില്ലെങ്കിലും കാസയും BJPയും തമ്മിലുള്ള ആ ബന്ധം അങ്ങോട്ട് ദൃഢമാകും. ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റുകൾ BJP പിടിക്കുമായിരിക്കുമെന്നല്ല, പിടിച്ചിരിക്കും. കാരണം കാസയാണ് കൂടുതലുള്ളത്. ഒരുപക്ഷെ തൂക്ക് സഭയാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ ഷോൺ ജോർജും കാസയും പിന്നെ PC ജോർജുമൊക്കെ പറയും ആരാണ് കേരളം ഭരിക്കേണ്ടത്, തങ്ങൾ ആരുടെ കൂടെയാണ് ചേരേണ്ടത് എന്നൊക്കെ. എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഷോൺ ജോർജ് BJP സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമായിരിക്കും. BJPയുടെ ഏറ്റവും നല്ല തീരുമാനമായി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്.